നമസ്കാരം. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഒരു വർഷം 10% ലാഭം തന്നൂന്ന് വെറുതെ ഒന്ന് സങ്കൽപ്പിക്കുക. അടിപൊളി അല്ലേ? പക്ഷെ ഒരു ചോദ്യമുണ്ട്. ആ വിജയം നിങ്ങളുടെ കഴിവാണോ അതോ വെറും ഭാഗ്യമാണോ? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളിന്ന് ചികഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളിൽ മിക്ക നിക്ഷേപകരും ശ്രദ്ധിക്കുന്നത് ആ അവസാനത്തെ നമ്പറിൽ മാത്രമാണ്. അതായത്, ഒരു വർഷം കഴിഞ്ഞപ്പോൾ എത്ര കിട്ടി, നമ്മുടെ പോർട്ട്ഫോളിയോ മൊത്തത്തിൽ പച്ച നിറത്തിലാണോ അത് ചുവപ്പ് നിറത്തിലാണോ? അവിടെ നമ്മുടെ ചിന്ത തീർന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ ചോദിക്കേണ്ട ചോദ്യം ഇതൊന്നുമല്ല. ശരിക്കുള്ള ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് എന്റെ പോർട്ട്ഫോളിയോ ഇങ്ങനെ പെർഫോം ചെയ്തു? ഈ ഒരു ചോദ്യം ചോദിക്കുന്നിടത്താണ് നിങ്ങളൊരു സാധാരണ നിക്ഷേപകനിൽ നിന്ന് ശരിക്കും ഒരു പ്രൊഫഷണലായി മാറുന്നത്. നമുക്ക് ആ പഴയ ഉദാഹരണത്തിലേക്ക് തന്നെ വരാം. നിങ്ങളുടെ പോർട്ട്ഫോളിയോ കഴിഞ്ഞ വർഷം 10% വളർച്ച നേടി. വളരെ നല്ലൊരു നമ്പർ തന്നെ, ഒരു സംശയവുമില്ല. പക്ഷേ ഇവിടെയാണ് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടത്. ഈ 10% നേട്ടം നിങ്ങൾ കൃത്യമായ തീരുമാനങ്ങൾ എടുത്തതുകൊണ്ട് കിട്ടിയതാണോ, അതോ ആ വർഷം മാർക്കറ്റ് മൊത്തത്തിൽ കേറിയതുകൊണ്ട് വെറുതെ ഒഴുക്കിനനുസരിച്ച് കിട്ടിയ ഒരു ഭാഗ്യമായിരുന്നോ? ഇതിനുത്തരം കണ്ടെത്തണം. ഈ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം തരുന്ന ഒരു കിടിലൻ ടൂളുണ്ട്. അതിന്റെ പേരാണ് ആട്രിബ്യൂഷൻ അനാലിസിസ്. പേര് കേട്ട് പേടിക്കണ്ട, സംഭവം സിമ്പിളാണ്. നമ്മുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു രീതി. അപ്പോ എന്താണീ സംഭവം? നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ, പെർഫോമൻസ് അട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഒരു പോസ്റ്റ്മോർട്ടം പോലെയാണ്. നമ്മുടെ മൊത്തം റിട്ടേണിനെ അത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു നോക്കും. എന്നിട്ട് കൃത്യമായി പറയും ഏതൊക്കെ തീരുമാനങ്ങളാണ് നമുക്ക് പണമുണ്ടാക്കി തന്നത്, ഏതൊക്കെ തീരുമാനങ്ങളാണ് നമ്മുടെ പണം കളഞ്ഞത് എന്ന്. കണ്ടില്ലേ? ഇടതുവശത്ത് ആകെ ഒറ്റ നമ്പർ 10% റിട്ടേൺ. പക്ഷെ വലതുവശത്തേക്ക് നോക്കൂ, ഒരുപാട് ചോദ്യങ്ങളാണ്. ഈ 10% കിട്ടിയത് ഞാൻ ശരിയായ ആസ്തികളിൽ നിക്ഷേപിച്ചതുകൊണ്ടാണോ, അതോ ഞാൻ തെരഞ്ഞെടുത്ത സെക്ടറുകൾ മികച്ചതായിരുന്നോ, അതോ ഞാൻ വാങ്ങിയ സ്റ്റോക്കുകൾ തന്നെയാണോ സൂപ്പർ? ഇതിന്റെയൊക്കെ ഉത്തരമാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പോർട്ട്ഫോളിയോയുടെ പ്രകടനത്തെ ശരിക്കും നിയന്ത്രിക്കുന്നത്? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കളിയുടെ ഗതി മാറ്റുന്ന പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 5 ഡ്രൈവേഴ്സാണുള്ളത്. ഒന്നാമത്തേത് അസറ്റ് അലോക്കേഷൻ, അതായത് എവിടെയൊക്കെ പണമിടണം എന്ന തീരുമാനം. രണ്ടാമത് സെക്ടർ അലോക്കേഷൻ, ഏത് ഇൻഡസ്ട്രിയിൽ നിക്ഷേപിക്കണമെന്നത്. മൂന്നാമത് സെക്യൂരിറ്റി സെലക്ഷൻ, അതായത് ഏത് കമ്പനിയെ തിരഞ്ഞെടുക്കണം. പിന്നെ മാർക്കറ്റ് ടൈമിംഗ്, അതായത് എപ്പോ വാങ്ങണം എപ്പോൾ വിൽക്കണം എന്നുള്ള കളി. അവസാനമായി ഫാക്ടർ എക്സ്പോഷർ. നമുക്ക് ഓരോന്നും എന്താണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ഇതിലാദ്യത്തേത് അസറ്റ് അലോക്കേഷൻ. ഒരുപക്ഷേ ഇതാണ് എല്ലാത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. നിങ്ങളുടെ പണം സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ്, സ്വർണം എന്നിങ്ങനെ എവിടെയൊക്കെ ഏതനുപാതത്തിൽ നിക്ഷേപിക്കണമെന്നതാണിത്. നിങ്ങളുടെ റിസ്ക്കും റിട്ടേണും തീരുമാനിക്കുന്നതിൽ 80%-ലധികം പങ്കും ഈ ഒരൊറ്റ തീരുമാനത്തിനാണ്. ഓക്കെ, സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. അതുമാത്രം മതിയോ? പോരാ, അടുത്ത ചോദ്യം വരും: ഏത് സെക്ടറിൽ? ടെക്നോളജിയിലാണോ, ബാങ്കിങ്ങിലാണോ, അതോ ഹെൽത്ത് കെയറിലാണോ? ശരിയായ സെക്ടർ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ റിട്ടേണിൽ വലിയൊരു വ്യത്യാസം തന്നെ ഉണ്ടാക്കും. ഇനി മൂന്നാമത്തെ ലെയർ. ടെക്നോളജി സെക്ടറിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചാൽ മാത്രം പോരല്ലോ, അതിനകത്ത് ഏത് കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങണം? ഇൻഫോസിസ് ആണോ, TCS ആണോ? ഇവിടെയാണ് നിങ്ങൾ ശരിയായ സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നതിലൂടെ മാർക്കറ്റിനേക്കാൾ മികച്ച നേട്ടം, അതായത് നമ്മൾ ആൽഫ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കുന്നത്. അടുത്തത് മാർക്കറ്റ് ടൈമിംഗ്. ഇത് കുറച്ച് അപകടം പിടിച്ച കളിയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ കൈപൊള്ളും. മാർക്കറ്റ് എപ്പോ താഴെ പോകും, എപ്പോ മുകളിൽ വരും എന്ന് പ്രവചിച്ച് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന രീതിയാണിത്. ഇത് ശരിയായി വന്നാൽ ഭയങ്കര ലാഭം കിട്ടും. പക്ഷെ തെറ്റിപ്പോയാലോ, വലിയ നഷ്ടവും വരും. അവസാനത്തേത് ഫാക്ടർ എക്സ്പോഷർ. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആശയമാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഏത് തരം സ്റ്റോക്കുകളോടാണ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്? വില കുറഞ്ഞ വാല്യൂ സ്റ്റോക്കുകളോടാണോ, അതോ അതിവേഗം വളരുന്ന ഗ്രോത്ത് സ്റ്റോക്കുകളോടാണോ? ഈ സ്വഭാവത്തെയാണ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തിയറിയൊക്കെ നമ്മൾ പഠിച്ചു. ഇതൊക്കെയാണ് കാരണങ്ങൾ എന്ന് മനസ്സിലായി. ഇനി ഇത് വെച്ച് എന്തു ചെയ്യും? ഈ അറിവ് എങ്ങനെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങളെ മികച്ചതാക്കാൻ സഹായിക്കുന്നത്? കാരണം വെറുതെ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് പ്രവൃത്തിയായി മാറുമ്പോഴാണ് ഗുണമുള്ളത്. ഈ അനാലിസിസിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റ്സ് വെച്ച് നമുക്ക് പ്രധാനമായും 4 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്,
നമ്മുടെ അസറ്റ് അലോക്കേഷൻ ടാർഗറ്റിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ച് ശരിയായ ട്രാക്കിൽ കൊണ്ടുവരാം, അതായത് റീബാലൻസ് ചെയ്യാം. 2, നമ്മുടെ ചില ടാർഗറ്റുകൾ തന്നെ മാറ്റാം. ഒരു സെക്ടറിലെ നിക്ഷേപം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 3, നന്നായി പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളിൽ കൂടുതൽ പണം നിക്ഷേപിക്കാം. 4, റിസ്ക് കൂടുതലാണെന്ന് കണ്ടാൽ പുതിയ അസറ്റുകൾ ചേർത്ത് അതിനെ ഡൈവേഴ്സിഫൈ ചെയ്യാം. ഈ തിയറിയൊക്കെ കേട്ടിട്ട് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. നമുക്ക് കുറച്ച് റിയൽ ലൈഫ് ഉദാഹരണങ്ങൾ നോക്കിയാലോ? നമ്മുടെ നാട്ടിലെ തന്നെ 3 ഇൻവെസ്റ്റേഴ്സിന്റെ കഥ കേൾക്കാം. അപ്പോൾ സംഭവം ക്ലിയർ ആകും. നമുക്ക് ആദ്യം മുംബൈയിലുള്ള രോഹന്റെ അടുത്തേക്ക് പോകാം. രോഹന്റെ പോർട്ട്ഫോളിയോയിൽ കൂടുതലും ഇന്ത്യൻ കമ്പനികളുടെ ഓഹരികളാണ് ഉള്ളത്. രോഹന്റെ പോർട്ട്ഫോളിയോ അനലൈസ് ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അദ്ദേഹത്തിന് നല്ല റിട്ടേൺ കിട്ടാനുള്ള പ്രധാന കാരണം IT സെക്ടറിൽ കൂടുതൽ പണം നിക്ഷേപിച്ചതായിരുന്നു. അതൊരു മികച്ച തീരുമാനമായിരുന്നു. പക്ഷേ ആ IT സെക്ടറിനകത്ത് അദ്ദേഹം വാങ്ങിയ ചില സ്റ്റോക്കുകൾ അത്ര നല്ലതായിരുന്നില്ല. അവ നഷ്ടമുണ്ടാക്കി. അപ്പോൾ രോഹൻ എന്തു ചെയ്തു? IT-യിലുള്ള നിക്ഷേപം അതുപോലെ നിലനിർത്തി, പക്ഷേ ആ മോശം സ്റ്റോക്കുകൾ വിറ്റ് പകരം നല്ല കമ്പനികളെ വാങ്ങി. കണ്ടില്ലേ, എവിടെയാണ് ശരി, എവിടെയാണ് തെറ്റെന്ന് കൃത്യമായി തിരിച്ചറിയാൻ പറ്റി. ഇനി നമുക്ക് ഡൽഹിയിലുള്ള പ്രിയയുടെ കഥ കേൾക്കാം. പ്രിയയുടേത് ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ആണ്. അതായത് കുറച്ച് സ്റ്റോക്കുകളും കുറച്ച് ബോണ്ടുകളുമൊക്കെയായി മിക്സ് ചെയ്തൊരെണ്ണം. പ്രിയയുടെ പോർട്ട്ഫോളിയോയ്ക്ക് പക്ഷെ പ്രതീക്ഷിച്ച അത്രയും റിട്ടേൺ കിട്ടിയില്ല. എന്തായിരിക്കും കാരണം? അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി, കഴിഞ്ഞ വർഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വമ്പൻ കുതിപ്പ് നടത്തിയപ്പോൾ പ്രിയയുടെ പോർട്ട്ഫോളിയോയിലെ സ്റ്റോക്കുകളുടെ അളവ് കുറവായിരുന്നു. ഒരു വലിയ അവസരം നഷ്ടമായി. ഈ ഒരു തിരിച്ചറിവ് കിട്ടിയതോടെ ഭാവിയിലെ നേട്ടങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ അവർ സ്റ്റോക്കുകളിലെ നിക്ഷേപം കൂട്ടാൻ തീരുമാനിച്ചു. അവസാനമായി നമുക്ക് ബാംഗ്ലൂരിലുള്ള സുരേഷിനെ പരിചയപ്പെടാം. സുരേഷിന്റെ പോർട്ട്ഫോളിയോ പുറമെ നിന്ന് നോക്കുമ്പോൾ നല്ല ഡൈവേഴ്സിഫൈഡ് ആണ്. ഇന്ത്യൻ സ്റ്റോക്കുകൾ, വിദേശ സ്റ്റോക്കുകൾ, റിയൽ എസ്റ്റേറ്റ് ഒക്കെയുണ്ട്. പക്ഷേ അട്രിബ്യൂഷൻ അനാലിസിസ് നടത്തിയപ്പോൾ ഒരു രസകരമായ കാര്യം കണ്ടെത്തി. പല ആസ്തികൾ ഉണ്ടെങ്കിലും സുരേഷിന്റെ പോർട്ട്ഫോളിയോയുടെ പ്രകടനം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രകടനവുമായി വല്ലാതെ ഒത്തുപോകുന്നു. അതായത് ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞാൽ ഈ പോർട്ട്ഫോളിയോയും കൂടെ ഇടിയും. അപ്പോൾ ശരിയായ ഡൈവേഴ്സിഫിക്കേഷൻ അവിടെയില്ല. ഈ ഒരു റിസ്ക് മനസ്സിലാക്കിയ സുരേഷ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുമായി വലിയ ബന്ധമില്ലാത്ത സ്വർണത്തിൽ കൂടി നിക്ഷേപം നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ തിരിച്ച് നിങ്ങളുടെ കാര്യത്തിലേക്ക് വരാം. നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ആ അവസാനത്തെ നമ്പർ അതൊരു വെറും അക്കം മാത്രമാണോ? അതോ അതിനകത്ത് ഇതുപോലെ ഒരുപാട് കഥകൾ ഒളിഞ്ഞിരിപ്പുണ്ടോ? ആ കഥ എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.